അങ്ങനെ കുളിച്ചൊരുങ്ങി നമ്മൾ പോസ് കൊടുത്തിരിക്കുന്നത് എങ്ങോട്ട് പോകാനായിരിക്കുന്നല്ലേ? മണർകാട് പള്ളി കാണാൻ പോവാണ് കേട്ടോ. മണർകാട് പള്ളിയിൽ പോയി മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. മാതാവിൻ്റെ പള്ളി കാണാത്തവർക്ക് ഈ വീഡിയോയിൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കാണാട്ടോ. അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. വെറുതെ പള്ളി വരെ ഒന്ന് പോവാണ്. ഒരുപാട് നാളായി പള്ളി, മണർകാട് പള്ളി, മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട്. അങ്ങനെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരുണ്ട്, ലല്ലപ്പനുണ്ട്, പിന്നെ ആദർശുണ്ട്, വിഷ്ണുമോനുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത് കേട്ടോ. ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ചേട്ടനെ പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മെയിൻ റോഡിലോട്ട് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ. ഇതെൻ്റെ മിക്ക വീഡിയോസിലും ഉണ്ട്. നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടോ എൻ്റെ വീഡിയോ കാണുന്നവരാണ്? ഇത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഇറങ്ങി വരുന്നൊരു വഴിയാണ് കേട്ടോ. ഇത്രയും വലിയൊരു കയറ്റം നമുക്ക് ഉണ്ട് വീട്ടിലോട്ട് പോകുന്ന വഴി. ഞാനിത് പിള്ളേരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പുത്തൻ റോഡാണ്, നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്. അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ പിള്ളേരെ കൊണ്ട് ഇടിപ്പിച്ചാണ്. അങ്ങനെ ഈ യാത്ര കോട്ടയത്തെ മണർകാട് പള്ളിയിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആ പള്ളി കാണാൻ പോകുന്നത്. അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, മാതാവിനോട് കുറച്ച് സങ്കടങ്ങളൊക്കെ പറയണം. ചാനലൊന്നും അറിയിച്ചില്ല, ആളുകൾ വീഡിയോ ഇട്ടാലും ആളുകളൊന്നും കാണത്തില്ല, ആരും ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരാന്ന് വെച്ച് പോവുകയാണ്. ഇതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്ന പമ്പ് കേട്ടോ. അവിടെ കയറ്റി നമ്മൾ പെട്രോൾ ഒഴിക്കാൻ കയറ്റാണ്. അവിടെ വെച്ച് നമുക്ക് പൈസ ഒളിക്കാൻ കൊടുത്തത് ഞങ്ങൾക്ക് എന്താ പറയാ, പെട്രോൾ അടിച്ചതിന്റെ പൈസ പുള്ളി എടുത്തില്ല. എടുക്കാതെയാണ് നമുക്ക് ചില്ലറ മാറി തന്നത്. ഞങ്ങൾ കൊണ്ട് തിരിച്ചുകൊണ്ട് കൊടുത്ത്. ഭയങ്കര തിരക്കുള്ള പമ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. നമ്മൾ പൈസ തിരികെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്, പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കടയുടെ മുന്നിൽ കുറെ ആൾക്കൂട്ടവും പോലീസൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട്. അവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ഒരു ചെറുപ്പക്കാരനാണ്, ജീൻസൊക്കെ ഇട്ട് ഒരു പുള്ളിക്കാരൻ മരിച്ചു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തുന്നത്. എന്താണ് സംഭവം? ഞങ്ങൾ ഓർത്ത് പൂസായിട്ട് കിടക്കുന്നതായിരിക്കുന്നു. നല്ല വെയിലത്താണ് കിടക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും പൂസൊന്നും ആയിരിക്കില്ല. അവിടെ പോലീസൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ അവിടെ അധികം നിൽക്കാനൊന്നും പോയില്ല, വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്തത്. ശ്വാസമൊന്നുമില്ല, വയറൊന്നും വലിക്കുന്നില്ല. നമ്മുടെ കൂടെയുള്ള പിള്ളേരാണ്, നമ്മുടെ വിഷ്ണുവിനും ആദർശമോനും പിന്നെ ലല്ലുവിൻ്റെ തല മാത്രമേ കാണത്തുള്ളൂ. വിഷ്ണു ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ മാറ്റുകയും ചെയ്തു. ഞാൻ കണ്ടില്ല, ലല്ലു നോക്കുന്നത് ഞാൻ കണ്ടുമില്ല. ലല്ലുവിൻ്റെ കാര്യം ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ ലല്ലു ഈ ജ്യൂസും കുറെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വണ്ടി ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ ഉഷേമയോട് പറയുന്നത്, ഉഷേമ പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞു. അവൻ പിന്നെ വണ്ടിയിലിരുന്ന് എല്ലാവരോടും പറയില്ലേ, ഞാൻ ഛർദ്ദിച്ച കാര്യം പറയില്ലെന്ന് എല്ലാവരോടും പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല, നീയും പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കേട്ടതാ സാർ, അറിയാലോ, ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇതുണ്ട് ഈ സാധനം, ഇതുണ്ട് ചക്കരക്ക് പോലത്തെ കിടന്ന് അടിക്കുന്നു.
ഓടുമ്പോഴത്തേനും ടയറിലോ മറ്റോ എന്ത് ഒട്ടിയിരിക്കുവായിരുന്നു. അതിന്റെ ഒരു സൗണ്ട് ഇങ്ങനെ വണ്ടി ഓടുമ്പോഴേ, അപ്പോഴത്തേക്ക് ആദർശ് കുറെ നേരം വണ്ടിയുടെ പുറകിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അതെടുത്ത് കളയുമായിരുന്നു. എന്തോ ഒട്ടിപ്പിടിച്ചിരുന്നതാണ്. അത് തട്ടി തട്ടിയാണ് ഈ സൗണ്ട് കേട്ടോണ്ടിരുന്നത്. അതെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഇവിടെ നിർത്തി കേട്ടോ. പിന്നെ നമ്മളൊരു ബേക്കറിയുടെ മുന്നിൽ നിർത്തി കേട്ടോ. ഇവന്മാർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജ്യൂസൊക്കെ മേടിക്കാൻ, കുറെ പപ്സ് ഒക്കെ മേടിക്കാറുണ്ട്. അങ്ങനെ അതിനുവേണ്ടി നിർത്തുന്നതാണ്. ഒരു ചെറിയ കടയാണേ. ഈ കടയിൽ നിന്ന് എനിക്കൊരു നാരങ്ങ വെള്ളം ഞാൻ മേടിച്ചു കേട്ടോ. പക്ഷെ കുടിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഇഞ്ചിയുടെ എന്തൊക്കെയോ ഇഞ്ചിയോ വേറെന്തൊക്കെയോ ചേർത്ത് ഉള്ള നാരങ്ങ വെള്ളമായിരുന്നു. ഞാനതുകൊണ്ട് കുടിച്ചില്ല. എനിക്ക് അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല. ഈ കരിമ്പ് ജ്യൂസ് ആയപ്പോൾ എനിക്ക് ഇഞ്ചി ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അവരങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഞാനത് കുടിക്കത്തില്ല. എനിക്ക് ഇഷ്ടം ഈ കുലുക്കി സർബത്താണ്. ഞാൻ കൂടുതൽ എവിടെ പോയാലും കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ബിരിയാണി, അല്ലെങ്കിൽ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുലുക്കി സർബത്ത്. നമ്മുടെ വയറിന് പരിചയമുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ മേടിച്ച് കഴിക്കുകയുള്ളൂ. അല്ലാത്തൊന്ന് യാത്രകളിൽ കഴിക്കാൻ എനിക്ക് ധൈര്യമില്ല. എൻ്റെ വയറിന് പരിചയമുള്ളവരെ മാത്രം കഴിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. എൻ്റെ വയറിനറിയത്തില്ലാത്ത ആൾക്കാരെ ഒന്നും അതെത്ര രുചിയുള്ളതെന്ന് പറഞ്ഞാലും ഞാൻ മേടിച്ച് കഴിക്കത്തില്ല. എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ അത് എനിക്ക് മുട്ടൻ പണിയായി തീരും. അതുകൊണ്ടാണ് എൻ്റെ ആൻ്റണി പെരുമ്പാവൂർ ഡ്രൈവിംഗ് പഠിച്ചത് ഒരു ഗുരുവിൻ്റെയും സഹായം ഇല്ലാതെയാണ്. തന്നെയാണ് പുള്ളി ഡ്രൈവിംഗ് പഠിച്ചത്. നന്നായിട്ട് വണ്ടി ഓടിക്കും കേട്ടോ. ആദർശ് ഇങ്ങനെ പാട്ടിങ്ങനെ മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുന്ന കേട്ടോ, അല്ലാതെ ഈ കളിച്ചോണ്ടിരിക്കുന്നൊന്നുമല്ല. ഈ ഇതിൽ മുഴുവൻ പാട്ടാണ്, തമിഴ് പാട്ടും. ലല്ലൊരു പിന്നെ എന്ത് വിധി എന്നുള്ള പാട്ട് മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് അത് വെക്കണം. അത് വെക്കാതെ വേറെ പാട്ടൊന്നും വെക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അവനത് കേൾക്കണമെന്ന് തോന്നിയാൽ ഉടനെ അത് വെച്ചിരിക്കണം, അല്ലെ മറ്റു പാട്ടുകളൊന്നും വെക്കാൻ സമ്മതിക്കുകയില്ല. ഒന്ന് രണ്ട് തവണ ആ പാട്ട് വെച്ചു, എന്ത് വിധി എന്നുള്ള പാട്ട്. അതാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ചാണ്. നമ്മുടെ ഡ്രൈവറായ പുള്ളി നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരുപാട് സ്പീഡിൽ പോകാൻ സമ്മതിക്കത്തില്ല. വെറുതെ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരുള്ളതുകൊണ്ടാണ്. എനിക്കൊന്നും ചാകാൻ പേടിയൊന്നുമില്ല. ചാകുവാണെങ്കിൽ വീട്ടുകാർക്കോ മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ വേണം ചാകാൻ. ഇത് വീടും പണയും വെച്ച്, വീടും വിറ്റ് സ്ഥലവും വിറ്റ് എല്ലാം വിറ്റ് പെറുക്കിയ ശേഷം ഒടുവിലൊക്കെ ചത്തുപോകുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, വിഷമം ഉണ്ടാകുക. ചില ആളുകൾ ഓപ്പറേഷനൊക്കെ, വലിയ ഓപ്പറേഷനൊക്കെ ചെയ്യാറില്ലേ, ഒരു ചാൻസ് എടുത്തൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കൂടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള അവസ്ഥ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഞാനിത് പറയുമ്പോൾ അത് ചുമ്മാ അങ്ങ് പറയുന്നേ ഉള്ളൂ. കാരണം എത്ര നാളെ ഈ വേദന സഹിച്ചിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആരായാലും ചെയ്തു പോകും, ചിലപ്പോൾ സുഖപ്പെടുമോ എന്നുള്ള ഇതിൽ. എൻ്റെ അച്ഛൻ്റെയൊക്കെ വയറ്റിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. അത് ക്യാൻസറായിരുന്നു. അത് എടുത്ത് മാറ്റി. ഭയങ്കര വേദനയായിരുന്നു പുള്ളി വന്നിരുന്നത്, ഭയങ്കര. അപ്പോൾ ആ വേദനയൊക്കെ കണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നുള്ളൂ. പക്ഷെ അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടേ ജീവിച്ചുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മണർകാട് പള്ളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പയ്യന്മാർ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് തുടങ്ങി. പള്ളിയുടെ അകത്തോട്ടൊക്കെ ഈ പോകുന്നതൊക്കെ നമ്മുടെ പയ്യന്മാരാണ് കേട്ടോ. അവന്മാരാണ് ഷൂട്ട് ചെയ്ത് നമുക്ക് തന്നത്. എന്തായാലും ഇതിൻ്റെ അകമൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എന്തോ ഒരു വല്ലാത്തൊരു എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് കാണുന്നത് കേട്ടോ. പള്ളിയുടെ ഉൾവശമൊക്കെ കയറി എന്താ പറയുക, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്നൊരു കാര്യമാണ്. ഒരു വല്ലാത്തൊരു എനർജി നമുക്ക് കിട്ടും. ഒരു വല്ലാത്തൊരു ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു സമാധാനം, ഒരു സ്വസ്ഥതയൊക്കെ കിട്ടുന്ന ഒരു അനുഭവമാണ് അകത്തൊക്കെ കയറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. എനിക്കിവിടെ നിന്ന് കയറാൻ പറ്റുമായിരിക്കും, വീൽ ചെയറിനെ കയറാൻ പറ്റും. പക്ഷേ ഒരുപാട് വർഷങ്ങളായി ഞാൻ ഇവിടെയൊക്കെ പോയിട്ട്.
എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുള്ള പള്ളിയാണ്. അപ്പൊ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ദൈവിക ഒരു സമാധാനമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫീൽ. വലിയ പള്ളിയായിട്ടാണ് നമുക്ക് വലിയ പള്ളിയാണെന്ന് തോന്നുന്നു. നമ്മുടെ മാതാവിൻ്റെ ഒരു വലിയ പള്ളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മണർകാട് പള്ളിയാണോ, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മണർകാട് പള്ളി നല്ല പേരുള്ള ഒരു പള്ളിയാണ്. അത്യാവശ്യം എന്താ പറയാ, നല്ല പ്രസിദ്ധമായ പള്ളിയാണ് കേരളത്തിൽ. അങ്ങനെ മാതാവിന്റെ പള്ളിയിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് സന്തോഷമായിരിക്കും അല്ലേ. മാതാവിന്റെ പള്ളി കാണുമ്പോൾ ഒരു സന്തോഷമുള്ളിൽ തോന്നുമല്ലോ. അങ്ങനെ വന്നിട്ടുള്ളവർ കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ പള്ളിയിൽ ഈ മാതാവിന്റെ പള്ളി വന്നിട്ടുള്ളവരെ ചെക്കന്മാര് നന്നായിട്ട് നമുക്ക് ഷൂട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അവന്മാരോട് ഷൂട്ട് ചെയ്യുമ്പോഴാ നമ്മള് നന്നായി ഷൂട്ട് ചെയ്യണം. നമ്മുടെ കൊച്ചു ചാനലാണ്, വലിയ സബ്സ്ക്രൈബേഴ്സോ വലിയ ആളുകളൊന്നും നമ്മുടെ കാണുന്ന ചാനലൊന്നും അല്ല. എങ്കിലും വീഡിയോ കാണുമ്പോൾ ഈ പള്ളിയെങ്കിലും നല്ല വൃത്തിയായിട്ട് എടുത്ത് കാണിക്കണമെന്ന് ഞാൻ അവന്മാരോട് പറഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ല, അവന്മാർ ഷൂട്ടൊക്കെ ചെയ്ത്. ചെറിയ പിള്ളേരാണ് അവന്മാർ, 9-ലോ 10-ലോ ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അവന്മാരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന്മാർ നന്നായിട്ട് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, സന്തോഷമാണ് എനിക്ക്. പിന്നെ ഈ പള്ളിയെക്കുറിച്ചുള്ള ചരിത്രം പറയാനോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ അത്. നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ചരിത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഈ പള്ളിയെ പണിതതും ഏത് വർഷമാണ് എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് മറ്റുള്ള വീഡിയോസ്, ഈ പള്ളിയെക്കുറിച്ചുള്ള മറ്റുള്ള വീഡിയോസിൽ നിന്ന് അങ്ങനെയുള്ള അറിവുകൾ നമുക്ക് കിട്ടും. നമുക്കത് വെച്ച് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും അങ്ങനെ ഉദ്ദേശിച്ചല്ല നമ്മൾ ഷൂട്ട് ചെയ്തത്. പള്ളി കാണിക്കുക അത്ര മാത്രമേ ഉള്ളൂ. നമ്മളവിടെ പള്ളിയിൽ പോയപ്പോൾ നമ്മൾ ഒരു വ്ലോഗ് എടുത്തു. അതിനപ്പുറത്തോട്ട് നമ്മൾ അതിൻ്റെ ചരിത്രമോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഇത് അവന്മാർ ഷൂട്ട് ചെയ്ത് കൊണ്ട് തന്നതാണ്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ അവന്മാരോട് ചോദിച്ചില്ല ഇതെന്താണ് സംഭവം എന്ന്, എനിക്ക് മനസ്സിലായില്ല. അവിടെ കുളം അങ്ങ് ഉണ്ടാകുന്നു തോന്നുന്നു. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു പോക്കാണിത്. അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ നമ്മുടെ ക്യാമറയ്ക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു മങ്ങലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇനി നല്ലൊരു ക്യാമറയൊക്കെ വാങ്ങി കുറച്ചുകൂടെ ക്ലിയറായിട്ട്. ഇത് ഞാൻ എൻ്റെ ഫോണിൽ പിടിക്കുന്നതാണ് കേട്ടോ. ഇതെൻ്റെ ഫോണിലുള്ള ഇതാണ്. ഒരു കടയുടെ മുന്നിലാണ് കേട്ടോ, ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ്. ആൻ്റണി എന്നും കണ്ടാണ് എൻ്റെ പേര് ഓർക്കുന്നു. ശരിക്കും ഷൂട്ട് ചെയ്തില്ല, നമ്മരെല്ലാം അകത്ത് കയറി കഴിക്കാൻ കയറിയിരുന്നു. ഞാനിത് വണ്ടിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കുള്ള ഭക്ഷണവും ചേട്ടൻ കൊണ്ട് തന്നു കേട്ടോ. ഇത് ബിരിയാണിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെ പോയാലും ബിരിയാണി കഴിക്കുള്ളൂ. എൻ്റെ വയറിന് പരിചയം അത് മാത്രമാണ്, പുറത്തു നിന്നുള്ള ഫുഡ്. അതല്ലാതെ നമ്മൾ വേറെ ഭക്ഷണം മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഉള്ള സമാധാനം പോവും.